Hello, welcome to Madia Classes. Chapter 4 Thousands Around Us ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് ഈ വീഡിയോയിൽ. ലാസ്റ്റ് വീഡിയോയിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Comparing numbers. Jaspreet and Gulnaz help to keep a record of the number of plates used in Gurudwara every month. Use the signs this and this to find the month when a larger number of plates were used. ഇവിടെ നമ്മൾ രണ്ട് സൈൻ ആണ് പഠിക്കുന്നത്. ഒന്ന് ഇങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണ്. ഇതിന്റെ മീനിങ് ലെസ് ദാൻ, ഇതിൻ്റെത് മോർ ദാൻ. ഇത് ഈ സൈഡ് കണ്ടോ, ഇത് ചെറിയ സൈഡാണ്, ഇവിടെയാണെങ്കിൽ ഇത് വലിയ സൈഡാണ്. ഇവിടെയോ അതുപോലെ തന്നെ ഇത് വലിയ സൈഡും ഇത് ചെറിയ സൈഡുമാണ്. അപ്പൊ ഈ സ്ഥലത്ത് എപ്പോഴും ചെറിയ നമ്പർ ആണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ 2, 10. അപ്പൊ എങ്ങനെയാ പറയാ? 2 is less than 10. ഇവിടെ വലിയ നമ്പർ അല്ലേ വരിക. 10 ഇവിടെ ചെറിയ നമ്പർ. 10 is more than 2, greater than എന്നൊക്കെ പറയാം കേട്ടോ. ഈ നമ്പർ ചെറുതാണ് മറ്റേ നമ്പറിനേക്കാളും എന്ന് കാണിക്കാനാണ് ഈ സൈൻ ഉപയോഗിക്കുന്നത്. ഇനി ഈ നമ്പർ വലുതാണെങ്കിൽ അത് തിരിച്ചാണ്. ഇവിടെ ഫെബ്രുവരി മന്തില് 1000, 200, 110, 3 ones, 1213, 1213 ആണ് പ്ലേറ്റിന്റെ നമ്പർ. മാർച്ചിൽ അത് 2121 ആണ്. ഇതില് ഏതാണ് കൂടുതല്? ഇവിടെ 1000 ഉള്ളൂ, എന്നാ ഇവിടെ 2000 ഉണ്ടല്ലേ. അപ്പൊ ഏതാണ് വലുത്? ഇതാണ് വലുത്. അപ്പൊ എങ്ങനെയാ സിമ്പിൾ ഇടുക? ഇങ്ങനെ. ഈ കുഞ്ഞു ഭാഗം ചെറിയ നമ്പറിന്റെ ഭാഗത്തേക്കും വലിയ ഭാഗം വലിയ നമ്പറിന്റെ നേരെ. അടുത്തത് സെപ്റ്റംബർ മന്ത്. ഇവിടെ 1, 2, 3, 4, 5 5000 ഉണ്ട്. 1, 2, 3, 4, 5, 6 600. No tens and 1, 2, 3, 4, 5, 6, 7 7 ones ഉണ്ട്. അപ്പൊ എങ്ങനെയാ നമ്പർ എഴുതുക? 5600, 0, 10, 7 5607. ഒക്ടോബർ മന്തിലോ 1, 2, 3, 4, 5, 6 thousands, 1, 2, 3, 4, 5 5 hundreds, 1, 2, 3, 4, 5, 6, 7 7 tens and no ones. അപ്പൊ എങ്ങനെയാ നമ്പർ? 6, 5, 7, 0. ഇവിടെ 5000 ആണ്, ഇവിടെയോ 6000 ആണ്. 6000 ആണ് കൂടുതൽ. ഇങ്ങനെയാണ്. നവംബർ മന്ത് 1, 2, 3 3000, 1, 2, 3, 4, 5, 6, 7, 8, 9 900s, 1, 2, 3, 4, 5, 6, 7, 8, 9 9 ones. അപ്പോൾ 3900, 0, 10, 9 ones. ഇവിടെയോ 1, 2, 3, 4 4000. ഇവിടെ 3000 ഉള്ളൂ, എന്നാൽ ഇവിടെ 4000 ഉണ്ട്. സോ ഇതാണ് വലുത്. Compare the number using the signs less than and greater than. നമ്മൾ ഓൾറെഡി ചെയ്തു അല്ലേ. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 3012, 3000, 000, 110 and 2 ones ആണ്. അടുത്ത നമ്പർ 3102, 3100, 0 tens and 2 ones ആണ്. ഇവിടെ ഏത് നമ്പർ ആണ് വലുത്? നമുക്ക് നോക്കാം. ഇങ്ങനെ രണ്ടും ഒരേ ഡിജിറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ആദ്യത്തെ ഡിജിറ്റ് ആണ്. ഇവിടെയുള്ള രണ്ട് നമ്പർ നോക്കുക. രണ്ടും 3 ആണല്ലോ. ഇതില് വേറെ വേറെ നമ്പർ വരുന്ന കേസിൽ ഏതാണോ വലിയ നമ്പർ ആദ്യത്തേത് ആ നമ്പർ ആയിരിക്കും വലുത്. എന്നാൽ ഈ കേസിൽ ഇത് രണ്ട് നമ്പറും ഈക്വൽ അല്ലേ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ നമ്പർ കമ്പയർ ചെയ്യണം. ഈ രണ്ടാമത്തെ നമ്പർ നോക്കൂ. ഇവിടെ 0 ഉള്ളൂ, എന്നാ ഇവിടെ 1 ആണ്. ഈ നമ്പർ 3102, 31
1 2 എന്നായിരുന്നു എന്ന് വിചാരിക്കുക. ആദ്യത്തെ നമ്പർ കമ്പയർ ചെയ്തു, രണ്ടും സെയിം ആണ്. രണ്ടാമത്തെ നമ്പർ കമ്പയർ ചെയ്തു, രണ്ടാമത്തെയും സെയിം ആണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഏതാണ്? മൂന്നാമത്തെ നമ്പർ ആണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 0, ഇവിടെ 1. അപ്പൊ ഈ നമ്പർ ആയിരിക്കും വലുത്. ഇനി മൂന്നാമത്തെയും ഈക്വൽ ആണെങ്കിൽ, ഇപ്പൊ നാലാമത്തെ നമ്പർ മാത്രമാണ് ഡിഫറൻസ് എങ്കിൽ ആ നാലാമത്തതിൽ ഏതാണോ വലുത് ആ നമ്പർ ആയിരിക്കും വലുത്. അപ്പൊ ഇവിടെ നോക്കിയേ, 3 3 സെയിം, 0 1 1 ആണ് വലുത്. സോ ഈ നമ്പർ ആണ് വലുത്. Describe how you decided which number is the bigger one. Which position 1000, 100, 10, 1 help you to decide this. Each digit compare ചെയ്യുക. ഓരോ ഡിജിറ്റിലും ഏത് നമ്പർ ആണോ ബിഗർ നമ്പർ അത് വെച്ചിട്ടാണ് ആ നമ്പറിനെ ബിഗ് എന്ന് പറയാൻ പറ്റുക. Let us do. Compare the following pairs of number using less than and greater than sign. Make a 1000, 100, 10, 0 table if necessary. Share your thoughts with the class. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ നമ്പറും എഴുതി 1000, 100, 10s, 1സിന്റെ ഒക്കെ ആ ഒരു ടേബിൾ ഇല്ലേ, അത് വരച്ചു നോക്കി ചെയ്യാം. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് നോക്കാം. ആദ്യം എ, ആദ്യത്തെ നമ്പർ 2 2, രണ്ടും ഈക്വൽ ആണ്. എന്നാൽ രണ്ടാമത്തെ നമ്പറിൽ എത്തിയപ്പോഴോ ഇവിടെ 1 ആണ്, ഇവിടെ 9 ആണ്. സോ ഈ നമ്പർ ആണ് വലുത്, ഈ നമ്പർ ചെറുത്. അപ്പൊ ഈ സിമ്പൽ ഇങ്ങനെയാണ് ഇടേണ്ടത്. ഫസ്റ്റ് നമ്പർ ഇസ് ലെസ് ദാൻ സെക്കൻഡ് നമ്പർ. ബി, ആദ്യത്തെ നമ്പർ സെയിം ആണ്, 7 7. അപ്പൊ രണ്ടിലേക്ക് പോയി 0 0, അതും സെയിം ആണ്. മൂന്നാമത്തെ നമ്പറിലേക്ക് പോയപ്പോ അതും സെയിം ആണ്. എന്നാൽ നാലാമത്തെ ഡിജിറ്റ് ഇവിടെ 7 ആണ്, ഇവിടെ 8 ആണ്. അപ്പൊ എന്ത് പറ്റി? ഇത് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്പർ ഇസ് ലെസ് ദാൻ സെക്കൻഡ് നമ്പർ. സിമിലർലി തേർഡ്, ഇതിനൊക്കെ 1 2 3 4, 1 2 3 4, 4 ഡിജിറ്റ്സ് ആണ് രണ്ടിനും ഉള്ളത്. ആദ്യത്തെ ഡിജിറ്റ് തന്നെ നോക്കൂ, ഇവിടെ 1ഉം ഇവിടെ 9ഉം ആണ്. 1നേക്കാളും വലുതാണ് 9. സോ ആ നമ്പർ വലുതാണ്. അടുത്തത് 1 2 3, ഇവിടെ 3 ഡിജിറ്റ്സേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് വലുതാണ്, പക്ഷെ ഇവിടെ ആകെ 3 ഡിജിറ്റ്സേ ഉള്ളൂ. ഇവിടെ 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് വരുന്ന കേസിൽ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ഒന്നും നോക്കണ്ട, കൂടുതൽ ഡിജിറ്റ്സ് ഏതിലാണോ ആ നമ്പർ ആണ് വലിയ നമ്പർ. ഇത് വലിയ നമ്പർ. ഓർഡർ ദ പ്രൈസസ് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് ഫ്രം സ്മോളസ്റ്റ് ടു ബിഗസ്റ്റ്, ഇൻക്രീസിംഗ് ഓർഡർ. അപ്പൊ ഈ ഒരു സിമ്പിൾ കണ്ടോ? അപ്പൊ ഇതിന്റെ അർത്ഥം ഇവിടെയാണ് ഏറ്റവും ചെറിയ വാല്യൂ. ഈ മൂന്നെണ്ണത്തിലും ഏറ്റവും ചെറിയ വിലയുള്ളത് ആദ്യം എഴുതണം, പിന്നെ സെക്കൻഡ് വൺ, പിന്നെ ഏറ്റവും വലുതുമാണ് എഴുതേണ്ടത്. നമുക്ക് കമ്പയർ ചെയ്യാം. 1 1 1, എല്ലാത്തിനും ഒരേ ഡിജിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഡിജിറ്റ് നോക്കാം. സെക്കൻഡ് ഡിജിറ്റിൽ ഇത് 9 ആണ്, ഇത് 0 ആണ്, ഇത് 8 ആണ്. 0 മീൻസ് അത് ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും അല്ലേ? അപ്പൊ തന്നെ നമുക്ക് എഴുതാൻ പറ്റും 1 0 9 9. ഇനി 9ഉം 8ലും ഏതാ ചെറുത്? 1 8 9 9. പിന്നെ അടുത്തത് 1 9 8 6. ഒരേ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉള്ളതിൽ ആദ്യത്തെ ഡിജിറ്റ്സിനെ കമ്പയർ ചെയ്യുക. അതിൽ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ്സിനെ കമ്പയർ ചെയ്യുക. The following women international cricketers have placed 200 ODIs, one-day international matches. Listed below are their scores. Arrange the runs scored by them in increasing order. Increasing order എന്ന് പറഞ്ഞാൽ from lowest to highest. ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും ചെറുത് വേണം ആദ്യം എഴുതാൻ. നമുക്ക് നമ്മുടെ സിമ്പലും ഉപയോഗിക്കാം. ഓക്കെ, ഡെബി ഹോക്ലി 4064. Susie Bates 5114. Karen Rolton 4814. Mithali Raj 7805. Charlotte 6002. ഇതില് എല്ലാം 4 ഡിജിറ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിജിറ്റ് കമ്പയർ ചെയ്യാം. 4 5 4 7 6. നമുക്ക് വേണ്ടത് ലോവസ്റ്റ് ആണ് ആദ്യം. അപ്പൊ ഇതിൽ ലോവസ്റ്റ് 4 ആണ്. എന്നാൽ 4ൽ തന്നെ 2 എണ്ണം ഉണ്ട് അല്ലേ?
അപ്പൊ നമ്മൾ ആ രണ്ട് നമ്പറിനെയും ആദ്യം നോക്കാം. 4 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്താണ്? 0, 8. 0യും 8ഉം. അപ്പൊ ഏതാ ചെറിയ നമ്പർ? 0 ആണല്ലേ? അപ്പൊ 4, 0, 6, 4. ഇത് ചെറുതാണ്. അപ്പൊ എന്ത് സിമ്പിൾ ആയിടുക? ഇങ്ങനെ. ഇനി എഴുതുന്ന നമ്പർ അതിനേക്കാളും വലുതായിരിക്കും. അത് 4, 8, 1, 4. അടുത്ത നമ്പർ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഏതാണ്? 5 ആണ്. 5 ഒന്നേ ഉള്ളൂ. കൺഫ്യൂഷൻ ഇല്ല. 5, 1, 1, 4. അടുത്ത നമ്പർ 6 ആണ്. 6, 0, 0, 2. അത് കഴിഞ്ഞിട്ട് 7, 8, 0, 5. ആരാ ടോപ്പ് സ്കോറർ? ഈ ആളാണ്. അതാരാണ്? മിതാലി രാജ്. Arrange the following mountain ranges in decreasing order of height from highest to lowest. ഇവിടെ കുറെ മൗണ്ടൻ റേഞ്ചിന്റെ പേര് തന്നിട്ടുണ്ട്, അതിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ഡിക്രീസിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. ഏറ്റവും വലിയ മല ഏതാ, ഏറ്റവും ഹൈറ്റ് ഉള്ള മൗണ്ടൻ റേഞ്ച് ഏതാ, ആ ഹൈറ്റ് ആണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാലോ, എല്ലാത്തിനും 4 ഡിജിറ്റ്സ് തന്നെയാണ് ഉള്ളത്. ആദ്യത്തെ ഡിജിറ്റ് നോക്കാം. 8, 1, 7, 1, 7, 8, 1. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ്സ് 1ഉം 7ഉം 8ഉം മാത്രമാണല്ലേ. അപ്പൊ നമ്മൾ ഡിക്രീസിങ് ഓർഡർ എഴുതുമ്പോൾ ഏറ്റവും വലിയ നമ്പർ ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ 8ൽ തുടങ്ങുന്നത് ആരൊക്കെയാ ഉള്ളത്? 8ൽ തുടങ്ങുന്ന ഇതും ഇതുമുണ്ടല്ലേ. ഇതില് 8 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് 5 ആണ്. ഇവിടെ അടുത്ത ഡിജിറ്റ് 6 ആണ്. അപ്പൊ അതിനർത്ഥം ഈ നമ്പർ ആണ് ഏറ്റവും വലുത്. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. 8, 6, 1, 1. അതാരാണ്? K2, മൗണ്ട് K2 ആണ്. അത് വലുതാണ്. സോ എന്ത് സിമ്പിൾ ആയിടുക? ഈ സിമ്പിൾ. കാരണം ഇതാണ് വലിയ നമ്പർ. ഇതിനേക്കാളും ചെറുത് 8, 5, 8, 6. അത് കാഞ്ചൻജംഗയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ചെറുതേതാണ്? നമുക്ക് അടുത്തത് 7ൽ നോക്കാം. 7ൽ ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇവിടെയും ഒന്നുണ്ട് അല്ലെ. രണ്ടെണ്ണം 7ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 7 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഇവിടെ 1 ആണ്, ഇവിടെ 8 ആണ്. ദാറ്റ് മീൻസ് ഇതാണ് മറ്റേതിനേക്കാളും വലുത്. 7, 8, 1, 6. ഇതിനേക്കാളും ചെറുതാണ് 7, 1, 3, 8. ഇനിയുള്ള മൂന്നെണ്ണം 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് 1 ആണ്. രണ്ടാമത്തേത് ഇവിടെ 9, ഇവിടെ 2, ഇവിടെ 6. ദാറ്റ് മീൻസ് 9 വരുന്നതാണ് ആദ്യം എഴുതേണ്ടത്. 1, 9, 3, 0. അതിനേക്കാളും ചെറുതാണ് 1, 6, 4, 6. അതിനേക്കാളും ചെറുതാണ് 1, 2, 7, 6. ഏറ്റവും ചെറുത് ഏതാണ്? ബൈലാഡില റേഞ്ച് ആണ്. ഹയസ്റ്റ് ലോവസ്റ്റ് ഓർഡറിലാണ് നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഏറ്റവും ഹയസ്റ്റ് ഏതാണ്, ഏറ്റവും ലോവസ്റ്റ് ഏതാണ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങൾ ആ മൗണ്ടൻ റേഞ്ചിന്റെ പേര് എഴുതി കൊടുക്കണം. യൂസ് സൈൻ ലെസ് ദാൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ടു കമ്പയർ ഫോളോയിങ് നമ്പർ. ലെസ് ദാനും ഗ്രേറ്റർ ദാനും നമ്മൾ കണ്ടു. ഈക്വൽ ടു എങ്ങനെയാ? രണ്ട് നമ്പറും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ടു കൊടുക്കാം. ആദ്യം 2 10s, 4 thousands, 300s. ഷഫിൾ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? 4300, 2 10s and 0 1s. ഇതാണ് നമ്മുടെ നമ്പർ അല്ലേ. ഈ നമ്പർ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 2043 ആണ്. ഇത് വലുതാണോ ചെറുതാണോ? ഇവിടെ ആദ്യത്തെ ഡിജിറ്റ് 4 ആണ്, ഇവിടെ 2 ആണ്. ഇങ്ങനെ ഇടാം. ഇനി 2 10s, 4 thousands, 300. സെയിം നമ്പർ ആണല്ലോ. 4300, 2 10s and 0 1s. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 4320 ഈക്വൽ ആണ്. അടുത്തത് 2900, 910, 9 1s. ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ 3000 എന്നാണ് എഴുതിയിരിക്കുന്നത്. 2999. ആദ്യത്തെ ഡിജിറ്റ് ഏതാണ്? 2 ആണ്. ഇവിടെ ആദ്യത്തെ ഡിജിറ്റ് 3 ആണ്. സോ ഇങ്ങനെയാണ് സിമ്പിൾ. ഈ നമ്പർ ചെറുതാണ്. അടുത്തത് ഡി. ഇതിനെ ഞാൻ എക്സ്പാൻഡഡ് ആക്കി താഴേക്ക് എഴുതുകയാണ്. 15 1s എന്ന് പറഞ്ഞാൽ എന്താ?
1 10 പ്ലസ് 5 വൺസ് ആണ് അല്ലേ? 15 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 5 ആണ്. 10 എന്ന് പറഞ്ഞാൽ 110 5 വൺസ് ആണ്. പ്ലസ് 9 ടെൻസ് പ്ലസ് 3 ഹൺഡ്രഡ്സ്. നമുക്കതിന്റെ ഓർഡറിൽ എഴുതാം. ആദ്യം തന്നെ 3 ഹൺഡ്രഡ്സ് ഉണ്ട്. പ്ലസ് എത്ര ടെൻസ് ഉണ്ട്? 9 ടെൻസ് പ്ലസ് 110. അതായത് 10 ഉണ്ട്. പ്ലസ് 5 വൺസ് ഉണ്ട്. 10 ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് 100 അല്ലേ? ഈ 300ഉം 100ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? നമ്മൾ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതുകയാണ്. 400 10 10 100 ആയി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ 0 ടെൻസേ ഉള്ളൂ. പക്ഷെ 5 വൺസ് ഉണ്ട്. ദാറ്റ് മീൻസ് 405. ഇതിന് 405. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ എത്രയാണ്? 1593. ഇവിടെ നോക്കിയേ, ഇവിടെ ആകെ 3 ഡിജിറ്റ്സേ ഉള്ളൂ. ഇവിടെ 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ 4 ഡിജിറ്റ്സ് ആണ് 3 ഡിജിറ്റിനേക്കാളും വലിയ നമ്പർ. അടുത്തത് 5034. എങ്ങനെ എഴുതുക? 5000 0 100 310 41 5034. ഇവിടെ തന്നിരിക്കുന്ന ആൻസറും 5034 ആണ്. അപ്പൊ നമുക്ക് ഈക്വൽ ടു കൊടുക്കാം. അടുത്തത് 5304. ഇവിടെ ടെൻസ് ആണ് 0. നേരത്തെ ഹൺഡ്രഡ്സ് 0 ആയിരുന്നു. ഇവിടെ ടെൻസ് ആണ് 0. 5304. ഇവിടെ 5340 ആണ് കൊടുത്തിരിക്കുന്നത്. ഏതാ ഇതില് വലിയ നമ്പർ? ആദ്യം നമുക്ക് 5നെ കമ്പയർ ചെയ്യാം. ഈക്വൽ ആണ്. രണ്ടാമത്തെ നമ്പർ 2ലും 3 ആണ്. എന്നാൽ മൂന്നാമത്തെ നമ്പർ ഇവിടെ 4ഉം ഇവിടെ 0 ആണ്. ദാറ്റ് മീൻസ് ഇതാണ് വലിയ നമ്പർ. Fill the blanks with digits 0 to 9 such that the numbers meet the condition. സിമ്പിൾ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്കിനി അതിന്റെ നമ്പർ ഫിൽ ചെയ്യണം. 76. ഈ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാളും ചെറുതാവണം. ആദ്യത്തെ 2 ഡിജിറ്റ് ഈക്വൽ ആണല്ലേ? ഇനി നമുക്ക് ചെറുതാവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 6നേക്കാളും ചെറിയ ഏതെങ്കിലും ഡിജിറ്റ് ഇവിടെ ഇട്ടാൽ മതി അല്ലേ? 0 to 9 ഏത് വേണേലും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് 1 കൊടുക്കാം, പിന്നെ ഇവിടെ 2 കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി ഇത് ഇതിനേക്കാളും ചെറുതാവും. ഇവിടെ ഇപ്പൊ 3 ഡിജിറ്റേ ഉള്ളൂ. നമുക്ക് അവിടെ ഒരു ഡിജിറ്റും കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ ഈ നമ്പറിനേക്കാളും ചെറുതായില്ലേ? പക്ഷെ നിങ്ങൾ ഇടുന്ന സമയത്ത് അത് വേറെ നമ്പർ ആവാട്ടോ. ഏത് നമ്പർ വേണമെങ്കിലും ഫിൽ ചെയ്യാം. ഇനി അടുത്തത് 853. 8-3. ഇത് ലെസ് ദാൻ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഇവിടെ രണ്ടാമത്തെ നമ്പർ മിസ്സിംഗ് ആണ്. ഇതിനേക്കാളും വലിയ നമ്പർ വേണം അവിടെ കൊടുക്കാൻ. ആ ഒരൊറ്റ നമ്പർ 6 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ നമ്പർ വലുതാവും. നമുക്ക് ഇവിടെയും ഓരോ 0 ആഡ് ചെയ്യാം. 0 വേണമെന്നൊന്നുമില്ല, ഏത് നമ്പർ വേണേലും കൊടുക്കാം. രണ്ടാമത്തെ നമ്പറിൽ നമ്മൾ ഇതിനെ വലുതാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ 3 കൊടുക്കാം. 5നേക്കാളും ചെറിയ നമ്പറാണ് 3. 3221 59 എന്തിനി കൊടുത്താലും കുഴപ്പമില്ല. കാരണം ആദ്യത്തെ ഡിജിറ്റ് ഇവിടെ ചെറുതാണ്. സോ ഈ നമ്പർ ഇതിനേക്കാളും ചെറുതായിട്ട് മാറും. ചാലഞ്ച്. There are 99 numbers strictly between 700 and 800, excluding 700 and 800. How many numbers are there strictly between 7000 and 8000? 700ന്റെയും 800ന്റെയും ഇടയിൽ ആ രണ്ട് നമ്പേഴ്സും കൂടാതെ 99 നമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ 7000ന്റെയും 8000ന്റെയും ഇടയിൽ എത്ര നമ്പർ ഉണ്ടാവും? ഇത് വളരെ ഈസിയാണ്. 0 1 2 3 4 5 6 7 8 9 10 എന്ന് എഴുതുക. 0ന്റെയും 10ന്റെയും ഇടയിൽ എത്ര നമ്പർ ഉണ്ട് 0യും 10ഉം കൂട്ടാതെ എന്നാണ് ചോദ്യം. അപ്പൊ ഇതും കൂട്ടണ്ട, ഇതും കൂട്ടണ്ട. ഇതിൻ്റെ ഉള്ളിൽ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ആണുള്ളത് അല്ലേ? അതുപോലെയാണ് ഇവിടെ 2 ഹൺഡ്രഡ്സ്, അടുത്തടുത്തുള്ള 2 ഹൺഡ്രഡ്സ്. 700ഉം 800ഉം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ 100ഉം 200ഉം എടുത്താലും ഒരേപോലെയാണ് വരിക. അപ്പൊ 700ന്റെയും 800ന്റെയും ഇടയിൽ എത്ര നമ്പർ ഉണ്ട്? 99 അല്ലെ? 10 വന്നപ്പോ 9, 100 വന്നപ്പോ എന്ത് പറ്റി? 99. ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് 2 തൗസൻഡ്സിന്റെ ഇടയിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ 1000 ആണ്.
അപ്പൊ അതിന്റെ ഉള്ളിൽ എത്ര നമ്പർ വരും? 999. ഇതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എണ്ണി നോക്കുക കേട്ടോ. Let us explore. Make as many 4-digit numbers as possible using the digit 2, 3, 4, 7 without repetition. There are 24 different numbers possible. Find as many as you can and arrange the numbers in decreasing order. ഏതൊക്കെ ഡിജിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? 2, 3, 4, 7. ഇതിൽ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാ? 7, 4, പിന്നെ 3, 2. നമുക്ക് ഇനി ഇതിന്റെ നമ്പേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാം. ആദ്യം നമുക്ക് 7 വെക്കാം. എന്നിട്ട് വലിയ നമ്പർ 4 അങ്ങനെ തന്നെ വെക്കാം. ഇനി 3 അല്ലേ വലുത്? 3, 2. അടുത്ത നമ്പർ ആയിട്ട് 7, 4 തന്നെ വെക്കാം. 3നെയും 2നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. 2, 3. അടുത്തതോ 7 അങ്ങനെ തന്നെ വെക്കാം. അടുത്ത വലിയ നമ്പർ എടുക്കാം. 3. എന്നിട്ട് 4, 2. അടുത്തതോ 7, 3 അങ്ങനെ തന്നെ വെക്കാം. 2, 4. ഇനി 7, 2 ഇവിടെ കൊണ്ടുവരിക. എന്നിട്ടോ 4, 3, 7, 2, 3, 4. ഇനി നമുക്ക് 4 ഉപയോഗിക്കാം. 4, 7 വെക്കാം. എന്നിട്ട് 3, 2. അടുത്തതോ 4, 7, 2, 3. അതിനുശേഷം 4, 3, 7, 2, 4, 3, 2, 7. ഇനി 4, 2, 7, 3, 4, 2, 3, 7. ഇനി 3യിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കും. 24 നമ്പേഴ്സ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുമോന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആ നമ്പേഴ്സ് ഒന്ന് നോക്കാം. ഇത്രയുമാണ് ആ നമ്പേഴ്സ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഡിക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. അതായത് വലിയ നമ്പർ വേണം ആദ്യം എഴുതാൻ. നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വലിയ നമ്പറിൽ തന്നെയാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റ്, രണ്ടാമത്തെ ഡിജിറ്റ് ഒക്കെ നോക്കി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഇങ്ങനെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ചെയ്തതിന് ശേഷം ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. Compare with your friends to find what other numbers they have made. See if all of you together can come up with all the 24 numbers. How do you know that you have all possible such numbers? അപ്പൊ നിങ്ങൾക്ക് 24 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒന്നോ രണ്ടോ കിട്ടിയിട്ടില്ലെങ്കിലും അവരുടെ നമ്പറുമായിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആക്കി വെച്ച് നോക്കുക. എല്ലാ നമ്പറും കിട്ടിയെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഓരോ ഡിജിറ്റ്സും ചെക്ക് ചെയ്താൽ മതി അല്ലേ? അങ്ങനെ നമ്മുടെ 4th ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇത് ലോങ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത്രയും പാർട്സ് ആയിട്ട് വീഡിയോ ഇടേണ്ടി വന്നത്. പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും സ്വന്തമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.